കൂടുതൽ വിശദാംശങ്ങളുമായി ടോമി മാങ്കൂട്ടം ചേരുന്നു. ടോമി, അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ ദിയ പടിയിറങ്ങിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. പാലായിൽ UDF-ന് ഭരണം നഷ്ടമായി. നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തെ 12 കൗൺസിലർമാർ ഉൾപ്പെടെ 17 കൗൺസിലർമാരും പ്രമേയത്തെ പിന്തുണച്ചതോടെ 26 അംഗ കൗൺസിലിൽ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായിരുന്ന ദിയ ബനു പുളിക്കക്കണ്ടം പുറത്തേക്ക് പോകേണ്ടി വന്നു. വിപ്പ് ലംഘിച്ച 4 കോൺഗ്രസ് അംഗങ്ങളും സ്വതന്ത്രയായ മായ രാഹുലും ഉൾപ്പെടെ ആകെ 5 ഭരണപക്ഷ അംഗങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. വിപ്പ് കൈപ്പറ്റിയിട്ടില്ലെന്നും കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി. മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം വീണ്ടും വരുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.